പിന്നെ നിങ്ങളന്ന് കഥ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ മെമ്മറി ഫുള്ളായിപ്പോയി. അപ്പോൾ അതുകൊണ്ട് പകുതി നിങ്ങൾ പാകിസ്ഥാനിനെ ഊരേൻ്റെ മുകളിൽ നിന്ന് എടുത്തങ്ങ് ചാടുന്നതാണെങ്കിലാണ് ആടെയാണ് നിർത്തിയത്. പാടുന്ന അങ്ങോട്ട് എല്ലാവർക്കും കേൾക്കണം. എനിക്ക് ഇത്ര സപ്പോർട്ട് കിട്ടുമെന്ന് ഞാൻ വിചാരിച്ചിട്ടില്ല. പാടുന്ന അങ്ങോട്ട് കേൾക്കണം എന്നാണ് പറഞ്ഞത്. അപ്പോൾ നിങ്ങൾ ആടുന്ന അങ്ങോട്ടുള്ള കഥ കറക്റ്റ് പറയാം. അപ്പോ ഓരെങ്ങനെ എടുത്ത് എന്റെ ഊര ഞെട്ടിയല്ലോ. ഊര ഞെട്ടിയത് പിന്നെ ആൾക്കാരെല്ലാം വന്ന് എന്നെ പിടിച്ച് എന്നെ അപ്പാളങ്ങനെ തന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. മൂന്നും മറ്റേ ഒരാൾ പോവുകയും ചെയ്ത്. അപ്പൊ പിന്നെ ഞാൻ ഹോസ്പിറ്റലിൽ പോയതിന് ശേഷം ഒരാഴ്ചക്കൊക്കെ എനിക്ക് മെഡിക്കൽ ലീവ് തരും. ഞാൻ ഗവൺമെന്റ് പഠിക്കുന്നതല്ലേ. അപ്പൊ ഞാനിങ്ങനെ റൂമിൽ ഇങ്ങനെ വരുമ്പം ദിവസം ഇവൻ ഹോട്ടലിൽ വന്നിട്ട് പറയൂ ഓക്കെ ഓക്കെ. അപ്പോൾ ഹോട്ടലിൽ നിന്ന് പറഞ്ഞ് ഓനിവിടെ വരത്തില്ല. ഇപ്പോൾ അപ്പോൾ അവനും പറയാതെ हमारा जिंदगी में पहले बाहर एक मलबारी हमको मारा ഓൻ പറയാറ്. ജീവിതത്തിൽ ആദ്യമായിട്ട് ഒരു മലയാളി എന്നെ അടിക്കുന്ന മലയാളിന്റെ അടി കൊടുക്കില്ല. അതുകൊണ്ട് ഓനെ ഞാൻ കൊല്ലാണ്ട് ഞാൻ വിടുവല്ല, ഓനെ ഞാൻ വെറുതെ വിടുവല്ല. എനിക്ക് ഓനെ കിട്ടിയിട്ട് ഓന് ഹോട്ടലിൽ വന്നിട്ട് തപസ്സിൽ തന്നെ ഞാൻ കാത്തു കുത്തിരിച്ചിട്ട് ഇതുവെല്ലാം പറഞ്ഞിട്ട് കൊഞ്ചത് കത്തി കൊണ്ടുവന്ന നമ്മളെ കയ്യാൽ അന്തൂറും മറ്റുമെല്ലാം പറഞ്ഞിട്ട്. അപ്പൊ ഞാനിങ്ങനെ എനിക്ക് പിന്നെ ഞാൻ റൂമിൽ ഇങ്ങനെ പിന്നെ മെഡിക്കൽ ലീവിൽ റൂമിൽ ഇങ്ങനെ മലന്ന് കിടക്കുന്നില്ല ഗുളിയെല്ലാം കുടിച്ചിട്ട്. അപ്പോൾ ഒരു ദിവസം അങ്ങനെ ഞാനിങ്ങനെ റോട്ടും കൂടി ഇങ്ങനെ മെല്ലെ നടന്ന് ഇങ്ങനെ ഹോട്ടലിലേക്ക് പോകുന്ന പരിപാടിയാണ്. അവിടെ വണ്ടി അടിയാൻ നിർത്തി. അപ്പോൾ പെട്ടെന്ന് ഒരു മെർസഡീസ് വണ്ടി എൻ്റെ മുമ്പിൽ കൊണ്ട് വന്നു നിന്ന്. ഒരു മെർസഡീസ് വണ്ടി. ആള് ഒരു ഷെയ്ക്കിന്റെ കാര്യമായ ആളാ. മുമ്പിൽ വന്ന് നിന്നിട്ട് പെട്ടെന്ന് ബ്രേക്ക് കെട്ടിയിട്ട് ഇവന് വേറൊരാളുണ്ട്. അപ്പൊ ഇവന്റെ കൂടെയുള്ള മറ്റും പറയാ തുമാറ ക്യാ ബിഗാറായ തും ക്യൂ മുസ്കോ മാറാൻ എന്നോട് ചോദിക്കുന്നത്. പിന്നെ ഇവൻ ചെയ്ത് എന്തിനാ ഇവനും അടിച്ചത്? ഞാൻ പറഞ്ഞ് അത് ഞാനോടേക്ക് ഞാനിതിനടിച്ച ഓനിതിനടിച്ച് നമ്മൾ എനിക്ക് അങ്ങനെ അനങ്ങിക്കൂടല്ലോ. അതുകൊണ്ട് ഞാൻ കൂടുതലൊന്നും പറഞ്ഞില്ല. ഞാൻ പറഞ്ഞ ഓ മറുതേ അമ്പി മറുതേ ഓനും ആണാ ഞാനും ആണാ അടിച്ച് പിരിഞ്ഞ് എല്ലാം 4 ബൈക്കായി പിന്നെ ഇപ്പൊ എന്തെന്നാ ചോദിക്കാൻ വന്നത് ചേച്ചി. അത് പറഞ്ഞേരെ എനിക്ക് എന്നാ പിന്നെ ഈ കഥവാ ഞാനോട് പറഞ്ഞ് എനിക്ക് അഥവാ അടിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് രണ്ടിലൊരാൾക്ക് അടിച്ച് മരിക്കാം. ഞാൻ ധൈര്യക്കുറവൊന്നുമില്ല. പക്ഷെ എന്റെ യൂരവേദന ഏകദേശം ഒന്ന് മാറട്ടെ എന്നിട്ട് ഇനി വന്നോന്ന് പറഞ്ഞു. പിന്നെ അതോട് കൂടിയിട്ട് പോയിക്ക് നോക്കും. ഇവനെ പറ്റി അന്വേഷിച്ചപ്പോൾ ഇവന്റെ പണി തന്നെ ഇതാ. ഓരോരോ മലയാളക്കാരെ കൂടിയെ പോവുക, ദാദാഗിരിയാക്കുക, ശൈലാക്കുക, അവിടെ അടിച്ച് പൊളിച്ച് പാട്ടാക്കുക, മരിക്കുക, തിരിക്കുക. അതേ അവന്റെ പണി. ഷെയ്ഖിന്റെ സാധ്യത വെച്ചിട്ട് പിന്നെ അറിയുന്നത്. ഓന്റെ നമ്മളെത്തോന്റെ ഒരു പരിപാടി നടന്നിട്ടില്ല. ഓൻ ആദ്യം പിന്നെ ഓൻ സംഭവിക്കാൻ കാരണം അതൊന്നുമല്ല. ഞാൻ കളിയെന്ന് വെച്ചാൽ ഓൻ TV ഈ സ്വിച്ച് ഓഫാക്കി ടിവിന്റെ മേലത്തിലെ കുഞ്ഞുമതിയ ഓനിപ്പോടുണ്ടല്ലോ. ഓനെ ചോദിച്ചാൽ മതി. സ്വിച്ച് ഓഫാക്കിയിട്ട് ഓൻ പറഞ്ഞ കോൺ മൽബാരി തേക്കുക എന്നും മാറ്റി ആടുന്ന ദാദാഗിരി. അന്നേരം ഞാൻ എണീച്ച് ചെന്നിട്ട് സ്വിച്ച് ഓണാക്കിയതാ. ഞാൻ സ്വിച്ച് ഓണാക്കുമ്പോൾ എന്റെ കൈക്ക് തട്ടിയതാ. പിന്നെ പറയണ്ട. പിന്നെ എന്നാ സംഭവിച്ചു പിന്നെ പറയണ്ടല്ലോ. പിന്നെ അത് ആ സംഭവം. പിന്നെ എന്നാ പറഞ്ഞു അല്ല. പിന്നെ നിങ്ങൾ വേറെ ചങ്ങായി മേരാ ദോസ്തേ എന്തെല്ലോ പ്രശ്നമില്ലേനാ നമ്മളെ ഇത് ഇവൻ തന്നെ നിങ്ങളെ പിറ്റേന്ന് അടിക്കുമ്പോൾ വന്നിട്ട് പീടിയ തുറന്നേരം പേടിച്ചു കഴിഞ്ഞാലും പറഞ്ഞില്ലേ നിങ്ങളെന്തോ? അത് മറ്റേ അടിയല്ലേ അത് വേറൊരാളായിട്ടുള്ള ഒരു പട്ടാണിയിട്ടുള്ള അതെന്ന് വെച്ചാല് ഞാൻ ദുബൈയിൽ നിന്നും ബഹ്റൈനിൽ നിന്നും 3ാമത്തെ ലാഞ്ച് യാത്ര നടത്തി അടുത്തേക്ക് 1998 അടുത്തേക്ക് ഖത്തറിലേക്ക്. അവിടുന്ന് ഒരു സുപ്രഭാതത്തില് നമ്മളെ ഇതെല്ലാം ഈ ആഡംബരെല്ലാം പൊളിഞ്ഞ് കച്ചവടവും കാര്യമെല്ലാം പൊളിഞ്ഞ് സത്യസാധ്യമായപ്പാട് 10 രൂപ വരുമ്പോൾ കടുവായിട്ട് ഒരു ദയാലും ചെയ്തിട്ട് എനിക്ക് ഞാൻ അവിടുന്ന് ലാഞ്ചിന് ഖത്തറിൽ പോയി. ഖത്തറിൽ പോയെന്ന് വെച്ചാല് പിന്നെ ഒരു ലാഞ്ചിന്റെ ഉള്ളിൽ എന്ന് വെച്ചാൽ ഉള്ളിന്റെ ഉള്ളിലായിട്ട് കംപ്ലീറ്റ് ഇരുട്ട്, വെളിച്ചമൊന്നുമില്ല. 4-5 മണിക്കൂർ അതിൻ്റെ ഉള്ളിൽ ഇരുന്ന് എനിക്ക് ഇപ്പം ഉപയോഗിച്ചിട്ട് അങ്ങനെ ആ ലാഞ്ച് കുത്തിരിഞ്ഞിട്ട് ഖത്തറിൽ ജെട്ടിയിൽ സീപോർട്ടിൽ ഇറങ്ങിയിട്ട് ഇട്ട മുണ്ടും കുപ്പായ പാസ്പോർട്ട് കീശയിൽ ഖത്തറിന്റെ വിസ ഉണ്ട്, ബഹ്റൈൻ്റെ വിസ ഉണ്ട്. അപ്പോൾ എന്നോട് അതിൻ്റെ ഡയറക്ഷൻ തന്നിക്കല്ലേ ഇറങ്ങുമ്പോൾ ഡയറക്ഷൻ തന്നിക്ക് പാടി. ഞാൻ എല്ലാവരും പോകുമ്പോൾ അതിൻ്റെ ജെട്ടിയിൽ ഞാനും എല്ലാവരും അസ്സലാമലൈക്കും വലൈക്കും അസ്സലാം തന്നെ ഞാൻ പാടി പുറത്തുനിന്ന് റോട്ടിൽ ഇറങ്ങിയ.
അങ്ങനെ ആ ഖത്തറിലെത്തുന്നത് ലാഞ്ചിന് ഖത്തറിലെത്തി അപ്പോഴെ എത്തിയപാട് അതിൻ്റെ വഴി പറയണ എല്ലാം പോട്ടെ അങ്ങനെ മെയിനായി പറയുന്നത് ഞാനക്ക് ഒരു പണി വേണമല്ലോ വിഷയം ഇതൊന്നും ഇല്ലല്ലോ എനിക്ക് പണി വന്നപ്പോൾ തിരുവത്തെ കുഞ്ഞോക്കാക്ക് ഒരു ടീ സ്റ്റാളുണ്ട് അവിടെ വെച്ചാൽ കംപ്ലീറ്റ് കൂലിപ്പണിക്കാരാണ് പട്ടാണികളും ബംഗാളികളെല്ലാം പണിക്കാർ അപ്പോൾ ഓലിക്ക് രാവിലെ ആ സമയത്ത് ഒരു സാൻഡ്വിച്ച് മുട്ട ആംപ്ലേറ്റും സാൻഡ്വിച്ച് ഉണ്ടാക്കിയിട്ട് കൊടുക്കുന്ന ഒരു പണിയാണ് 10,400 രൂപേൻ്റെ കച്ചവടം 1 മണിയാകുമ്പോഴേക്കും ആവും നല്ല പൈസയാണ്. അപ്പോൾ ഞാൻ അവിടെ പീടിയെടുത്ത് ചുരുക്കം പറയുക രാവിലെ വരുമ്പോൾ തന്നെ എല്ലാവർക്കും പിന്നെ പെട്ടെന്ന് കൊടുക്കണം, ഭയങ്കര സ്പീഡിലെടുത്ത് കൊടുക്കണം. സാൻഡ്വിച്ച് ചായ എല്ലാം കൂടി കൊടുത്തോണ്ടിരിക്കുമ്പോൾ ഒരു 3-4 ദിവസം കഴിഞ്ഞാൽ ഒരു ചങ്ങായി അതിൻ്റെ അകത്തുനിന്ന് പിന്നെ വന്നാൽ എനിക്ക് പെട്ടെന്ന് കിട്ടണം. മോനെ കാണാൻ മുമ്പേ വന്ന ആളൊന്നും എനിക്ക് പ്രശ്നമില്ല, ഒരു താഴെ സ്റ്റൈല്. അപ്പം ഞാൻ വേണ്ടി എനിക്ക് പാസ്പോർട്ടും വിസയൊന്നുമില്ല, കച്ചറയും കുൽമലയും കൂടാലോ പടി കാരൻ്റെ വരില്ല. അപ്പം ഞാൻ കൊടുക്കുമല്ലോ 2 ദിവസം കൊടുത്ത് അപ്പോഴത്തേക്ക് മറ്റു വലിയ ആദ്യം വന്നവരല്ലോ എന്നോട് ചോദിക്കുന്നത് ഉസ്സെ പഹലെ ഹം ലോഗ് ആയാ ना तुम क्यों मुझको देते हैं. അപ്പം ഞാനൊന്നും പറഞ്ഞില്ല. അപ്പോൾ എന്നിട്ട് പിന്നെ ഇവനതെല്ലാം കേട്ടിട്ടൊന്നും ഇവൻ അടങ്ങുന്നില്ല. പിന്നെ പിറ്റേന്ന് വന്നിട്ട് വന്നിട്ട് ജൽദിലോ മറലോ എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു അന്നേരം ഞാൻ അവനോട് പറഞ്ഞ് എനിക്ക് അങ്ങനെ തരുവാൻ പറ്റില്ല, ഹിന്ദി പറയണോ, തരുവാൻ പറ്റില്ല. തുമക്കോ वो तुम्हारे से पहले जो आदमी आया ना उसको देने के बाद तुमको देगा എന്ന് പറഞ്ഞു. അപ്പം ഇവൻ എന്നോട് പറയാ हमसे आकड़ने को कोशिश मत कर, എന്നോട്ട് മുമ്പോട്ട് ശ്രമിക്കണ്ടാന്ന്. അപ്പോൾ ഞാനൊക്കെ എന്തെല്ലാം അങ്ങായിപ്പോയി, പെട്ടെന്നുള്ള ഒരു വികാരം എനിക്ക് ഞാൻ വല്ലാതെ വിഷമത്തിലായിപ്പോയി, ഒന്നും തിരിയുന്നില്ല എന്നാ ചെയ്യേണ്ടതെന്ന്. പാടി ഞാൻ പിന്നെ അപ്പോൾ അതുമെല്ലാം പറഞ്ഞ് ഇവനെന്ത് പാടുന്നത് ഇവൻ എന്നെ കൊള്ളെങ്കിൽ വരുന്ന ഞാൻ കേസിൻ്റെ തള്ളു എന്നെ കൊള്ളെങ്കിൽ വരുമോ എനിക്ക് അടിക്കുവാനാ വരുന്ന എനിക്ക് തോന്നിക്ക്. ഞാൻ നെഞ്ഞിന് പിടിച്ചിട്ട് ഒന്നിട്ടുള്ളൂ ഒന്നിട്ട് പോയി ഇവനെ തള്ളി പോകുന്ന പോലെ ഒരു പട്ടാണിൻ്റെ മേലെ. അപ്പം ഇപ്പോഴത്തേക്ക് എല്ലാവരും ഇവിടെ ഇതായിപ്പോയി, എല്ലാവരും പിന്നെ ഓടാളുണ്ടല്ല പട്ടാണികൾ. പിന്നെ അപ്പോൾ ഓരോല്ലാം പറഞ്ഞേക്കോ ഇവർക്ക് കൊടുത്തേക്ക് മുമ്പ് ഒരു കച്ചറി അവന് കൊടുത്തേക്ക് എന്നെല്ലാം പറയുന്നുണ്ട് എന്നോട് ഓരോരുത്തർ. ഞാൻ നമുക്ക് എല്ലാത്തിനും വരുന്നില്ല. അപ്പോൾ വരുമ്പോൾ പിന്നെ അവൻ പോയി വീഴല്ല. അപ്പോഴത്തേക്ക് ഓനെ വന്നിട്ട് എല്ലാവരും പിടിച്ച് പട്ടാണികൾ ഓൻ്റെ ആൾക്കാരെന്നെ എന്നെ വന്നിട്ട് വേറെ ആളും പോയിക്കുന്ന അപ്പോഴത്തേക്ക് അറബിയുള്ള എല്ലാവരും ഒന്നാറും. അപ്പോൾ ഇവനാണെന്നൊരു വെല്ലുവിളി മനെ എന്നോട് പറയാന്ന് എനിക്ക് ഒന്നിനാകുന്നില്ലല്ലോ പിടിച്ചിട്ട് ആൾക്കാർ. കൽ 10 बजे का अंदर तुमको हम खत्म नहीं करेंगे ना. ഈ പട്ടാൻ കാ ബച്ച ലിയെന്ന് പറഞ്ഞ താടി പിടിച്ച് സത്യം ചെയ്താൽ പോലെ ചെയ്യുന്ന. പക്ഷെ അന്നേരം പട്ടാണികൾ ക്ഷേകന്മാരെ വരെ കൊല്ലുന്ന സമയം എല്ലാവർക്കും പേടിയാണ് പട്ടാണികളാടാ. അപ്പോൾ ഇത് കേട്ടപ്പോൾ ആടുപോലെ ഓൻ്റെ ആൾക്കാരെല്ലാം വല്ലാത്തൊരു ഇതല്ലോ കോലിക്കൊരു വല്ലാത്തൊരു സംഭവം പോലെ ഇത് ഇവരി പറഞ്ഞ്. അപ്പം എന്നോട് കാണുന്നതിൻ്റെ ഒരു പട്ടാണി എന്നോട് വന്ന് പറഞ്ഞ് ഇനി നാളെ പീടിയ തുറക്കരുത്, കാരണം വെച്ചാൽ ഞങ്ങൾക്ക് ഈ പട്ടാണിയുടെ കൂട്ടത്തിൽ താടി പിടിച്ച് സത്യം ചെയ്താൽ പോലെ അത് നിറവേറ്റാണ്ട് പോകില്ല. അത് നിറവേറ്റിക്കൽ ഒരിക്കലും അയാളൊരു അന്തസ്സ് കുറവാണ്, അതുകൊണ്ട് ഇനി പീടിയ തുറക്കരുത് എന്നോട് പട്ടാണി എല്ലാ ആൾക്കാരും പറഞ്ഞ് തുറക്കുന്നത്. അപ്പം പീഡിയക്കാരനോട് പട്ടാണിയോട് പോയി പറഞ്ഞു ഉസ്മാനോട് പീടിയ തുറക്കേണ്ടതാണ്. എല്ലാ പീഡിയക്കാരനും പറഞ്ഞു ഞാനുള്ള പരിസരവാസികളെല്ലാം പറഞ്ഞ് തുറക്കേണ്ടതാണ്. ഭയങ്കര ആളും കൂടി ഭയങ്കര പ്രശ്നം. അപ്പം ഞാൻ ഒക്കെ അപ്പം എനിക്കിതൊന്നും തിരിയുന്നില്ല. ഞാനിപ്പോൾ എന്ത് ചെയ്യണം, തുറക്കാണ്ടിരുന്നാലും അവനെ പേടിച്ച് തുറന്നാൽ അതിലും ബാക്കി ഇവിടെ കടലിൻ്റെ ജീവിതത്താൻ ഞാൻ നടുവിലായിപ്പോയി, ഒന്നും തിരിയില്ല. അപ്പോൾ ഞാൻ പിന്നെ എനിക്ക് ആരെക്കാൾ വരുമ്പോൾ ചായ കൊടുക്കാനൊന്നും ആകുന്നില്ല, എന്തെല്ലോ ഒരു കൺഫ്യൂഷൻ എടുക്കാൻ പറയും. അപ്പം ഞാനിങ്ങനെ വിഷമത്താലിങ്ങനെ ഒരിയാതെ ഒന്നും തിരിയാണ്ട് ഇങ്ങനെ കളിക്കും. ആ കുന്നോത്ത മൂസമുണ്ടല്ലോ മാരി സമയത്ത് ഓൻ കേക്ക് വെക്കുമ്പോൾ വരും 10-10:30 മണിക്ക്. അങ്ങനെ ഓൻ കേക്ക് വെക്കുമ്പോൾ വരുമ്പോൾ എൻ്റെ ഹാലാകാണെന്ന് എനിക്കെന്നാ പറ്റി പറഞ്ഞാൽ ഞാൻ പറഞ്ഞു ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട് എന്നോട് വിവരിച്ചിട്ട് പറഞ്ഞാൽ. അപ്പോൾ ഓൻ പറഞ്ഞ ഒരു പാടിക്ക് എന്നൊക്കെ അങ്ങനെയാണെങ്കിൽ ഗുരുതരം തുറക്കണ്ട, അഥവാ തുറക്കുന്നുണ്ട് ഓനക്ക് എനിക്ക് വേണ്ടി എന്തും ചെയ്യും മൂസ. തുറക്കുന്നുണ്ട് ഞാൻ ഇവിടെ വരാൻ സമയത്ത് വരാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞത് ഇനി ഞാൻ ചിലപ്പം തുറക്കൂല, ഇനി വേണ്ടാന്ന് പറഞ്ഞ ഓനെ ഒഴിവാക്കി. അപ്പോൾ ഞാനിങ്ങനെ പിന്നെ എനിക്ക് ഒന്നിനൊരു ഇൻട്രസ്റ്റ് ഇല്ല, അതെല്ലാവർക്കും ഉണ്ടാവില്ല, എന്താ എനക്കുണ്ടാവും. അപ്പൊ ഞാനന്ന് ചിന്തിച്ച് അവസാനം ഒരു പുറങ്ങുന്നവരെ പാടല്ല ആ ചുരുക്കം പറയാ ഒരു ഉറച്ച തീരുമാനം എടുത്തിയ നാളെ തുറക്കോ പീടിയ തുറക്കാം വരും പോലെ വരട്ടെ.
അരിക്കുന്ന ഓനിക്ക് ഞാൻ തുറക്കാണ്ടിരുന്നാൽ ഓന് വേറെയും പീടിയെ പോയിട്ട് ഇങ്ങനെ വെല്ലു വിളിച്ചിട്ട് അവനക്കൊരു ശീലമല്ല തുറക്കാം എനിക്ക് പിന്നെ മറ്റേ ഒരു ഗൗരവ വരും. ആ പടിയാണ്ട് പാടിയത് ഇതിനേക്കാണ് ഇതിൻ്റെ ഡബിൾ ബണ്ണുള്ളൊരു ബടി ഇത്തരം ഒരു ബടി കൊടുത്ത് രാവിലെ തന്നെ പീടിയ തുറന്ന് എല്ലാവർക്കും ചായ സന്ധ്യച്ചെല്ലാം കൊടുക്കുന്നുണ്ട്. ഒന്നും തിരിയുന്നില്ല. ഒരുത്തരിക്ക് വേണ്ടി ചായ വേണ്ടി ഒരിക്കൽ സന്ധ്യച്ച കൊടുക്കുന്നു, സന്ധ്യച്ച കൊണ്ട് കൊടുക്കുന്നവരും ചായ കൊടുക്കുന്നു. തുമ്പോ ക്യാവെല്ലാം ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. എന്തെങ്കിലും ബേസ്മെന്റ് വലിക്കിരുന്നു. അപ്പോൾ 10 മണിക്കല്ല പറഞ്ഞേ. അവിടെ മനെ ചുരുക്കം പറയാ 10 മണിയായി. 10 മണിയായരെ ഇവൻ 10 മണിയായരെ പീടിയ തുറന്നിട്ടാളില് ഇവനങ്ങനെ കാണുന്നത്. അപ്പോഴത്തേക്ക് ഇവനിക്ക് പീടിയ തുറന്ന് കാണുമ്പോ നിന്റെ ഓന്റെ എല്ലാ ധൈര്യവും തുറന്നിക്ക്. ഇതാരടാ ഇവ ഇങ്ങനെ ഞാൻ ഭീഷണിയാക്കി തുറക്കുന്ന ആര് ഇവൻ മോൻ എന്നെ കൊണ്ട് വിചാരിക്കുന്നത് പേടിച്ചു. പീടിയ തുറന്ന കാണുമ്പോ തന്നെ ഓൻ പേടിച്ചു പോയി. അപ്പൊ എനിക്ക് ഉറപ്പാൻ നല്ലത് ഒന്നുമില്ലാണ്ട് ഒന്നും കാണാണ്ട് വീടി ഉറക്കുന്ന എനിക്കറിയാലോ. അപ്പോ ഇവനെന്ത് വഴിയെടുത്ത് അങ്ങനെ വന്ന് ഞാൻ കേഷിൻ്റെ അടുത്ത് ആൾക്കാരിൽ ഇങ്ങനെ എടുക്കുന്നുണ്ട്. വല്ലിങ്ങനെ നോക്കുന്നുണ്ട്. എല്ലാവരും വരുന്നത് അവിടെ വല്ലാത്തൊരു അന്തരീക്ഷമായിക്കാണ്. അറബിയോട് ഇവരെല്ലാം എൻ്റെ വരുത്തി അടിക്ക് നോക്കുന്നുണ്ട്. അപ്പോൾ പീടിയൻ്റെ മുമ്പ് കൂടി ഒന്ന് മുമ്പോട്ട് വയ്യെല്ലാം വെല്ലെത്തിട്ട് അങ്ങോട്ടൊരു പോക്ക്. അപ്പം ഞാൻ കേഷിൻ്റെ അടുത്ത് പടിയും താങ്ങിക്കൊണ്ട് ഞാൻ ഇങ്ങനെ നിന്നിട്ട് ഇങ്ങനെ പടിയൻ്റെ കയ്യിൽ വെച്ചുകൊണ്ട് കത്തിയോണ്ടല്ല കുത്തുവാൻ വരിക. ഒരൊറ്റ അടി കൈ കൊടുത്താൽ കറ്റാൻ പോവല്ലോ ഇത്ര എല്ലാം. അപ്പോൾ അവിടെ ഒരു നോട്ടം തന്നെ അങ്ങോട്ടൊരു കാലടിച്ച് ഒരു നോട്ടം നോക്കിയിട്ട് അപ്പോൾ ഞാൻ അയലും വലിയ ഗൗരവത്തിൽ ഓനെ നോക്കി. അപ്പോഴത്തിന് താഴ്ന്ന് അപ്പോൾ രണ്ടാമത് വരെ ഇവ അങ്ങ് ഇങ്ങോട്ട് വരുമ്പോ ഇപ്പം പീടിയയിലേക്കാ വരുന്നത്. രണ്ടാമത്തെ കാലില് ആ പീടിയയിലേക്ക് വരുമ്പോ തന്നെ ഞാൻ എൻ്റെ മുട്ടിയെടുത്ത് ടേബിൾ മേളവിടെ വെച്ചേ. നായിൻ്റെ മോനെ വാങ്ങി മറ്റു ഞാൻ ഇവനിങ്ങോട്ട് എന്നെ കൊള്ള ഇങ്ങോട്ട് ബാങ്ക് പറഞ്ഞ എന്നെ അറ്റാക്ക് ചെയ്യുന്നില്ല. ഇവനെന്നാ ചെയ്യുന്നത് അപ്പാട് ഒരാട് നിന്നുകൊണ്ട് വേഗം വന്നിട്ട് എന്നോട് പറയാന്ന് ഇത് കേൾക്കുന്ന ചോദിച്ചാലും കള്ളത്തിലാണ്. ഞാൻ സത്യ പറയുന്നത്. മോൻ എന്നോട് പറയാ ആ ക്യാല ഉസ്താദ് എന്നോട് പറയുന്നത് ക്യാല ഉസ്താദ്. എന്താ അപ്പം പറഞ്ഞ ഉസ്താദ് ചായ തന്നെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു എനിക്ക് കുറച്ച് ധൈര്യം കൂടി കൂടില്ലേ ഇതെന്താ സംഭവം. അപ്പൊ ഞാൻ പറഞ്ഞു തുമക്കോ ഹം चाय नहीं देगा क्योंकि तुम कचरा आदमी है. हम इधर कचरा करने के लिए नहीं आया. नहीं यार मैंने പടുപത്തി പിടിച്ച് പിന്നെ ഞാൻ കോപ്പം നിറച്ച് ചായ കൊണ്ടുകൊടുത്ത് സന്തോഷം. പിന്നെ ഞാൻ വന്നിട്ട് ഭയങ്കര ലോലിയെ അത് അയ്യപ്രശ്നം. അത് കഴിഞ്ഞ് പിന്നെ ചിരിച്ചു പറയുന്ന എന്തോ കഥ ഉണ്ടല്ലോ. തിരിച്ചു വരുന്ന ദുബായിന്ന് വരുന്ന എന്തോ കഥയില്ലല്ലോ. ദുബൈന്ന് പറഞ്ഞെന്ന് വെച്ചാല് വെച്ചാല് ഞാന് അല്ലെങ്കിൽ അബുദാബിയിൽ നിന്ന് ദുബൈയിൽ വരണം ലാഞ്ചിനിങ് നാട്ടിൽ പോരണമെങ്കിൽ അല്ലെങ്കിൽ അബുദാബിയിലേക്ക് 3-4 ജോഡി ഷർട്ടും പാൻറ്റും ചില്ലർ ചെറിയ സാധനമല്ലുള്ളൂ എൻ്റെ അടുത്ത് ഒന്നുമില്ലല്ലോ. അപ്പോ ഒരു സൈക്കോ വാച്ച് ഞാൻ വാങ്ങിയിട്ട് ഷഡ്ഡി തുന്നിച്ചിട്ട് അന്ന് ഷഡ്ഡി തുന്നിച്ചിട്ട് എല്ലാം കൊണ്ടുപോവാ. അതാ എൻ്റെ സൈക്കോ 5 അന്നത്തെ വാച്ച്. അത് കാണേണ്ട വാച്ച്. അങ്ങനത്തെ ഒരു രസമുള്ളൊരു വാച്ച് എൻ്റെ ജീവിതം. അപ്പൊ എനിക്ക് നാട്ടിൽ പോകുമ്പോ ഒരു വാച്ചും ഇല്ല. പിന്നെ നാട്ടിൽ പോയിട്ട് കാര്യമില്ലല്ലോ. അപ്പാടെ ഞാൻ ഇത് ഷഡ്ഡിയില്ലാത്ത ഇങ്ങനെ തുന്നിച്ച് അങ്ങനെ എല്ലാവരും കൊണ്ടുപോവാ. എല്ലാണ്ട് കൊണ്ടുപോയാൽ ശരിയാവില്ല. എല്ലാം പിടിച്ചു പോയില്ലേ. ഗുജറാത്തിൽ നിന്നല്ല ഒലിപ്പാട് നമ്മളെ കണ്ടുകൂടാൻ. അപ്പോൾ പിന്നെ ദുബൈയിൽ വന്ന് അപ്പം ദുബൈയിൽ ലാഞ്ചിന് പോകാൻ വേണ്ടി കുറച്ച് ജ്യൂസും മറ്റും എല്ലാവരും ഒരുക്കും ലാഞ്ചിലേക്ക് കുടിക്കാനൊന്നുമല്ല ഒന്നും ഉണ്ടാവില്ല. അപ്പം ഞാൻ ദുബൈയിൽ വന്ന് ലാഞ്ചിന് പോകാൻ വേണ്ടിയിട്ട് എൻ്റെ ജ്യൂസും മറ്റെല്ലാം വാങ്ങിയെല്ലാം എടുക്കുകയെല്ലാം ചെയ്ത് പെട്ടെന്ന് ലാഞ്ചിന് കാര്യം അങ്ങനെ ഈ ലാഞ്ച് മസ്കത്തിൽ പിടിച്ചേരെ ആടെ ഞാളെ ജയിലിട്ട് എന്താ അറിയാം. ആൾക്കാരുടെ ഒന്നുമില്ല. ആടെ കാരൊന്നും എത്തിക്കില്ല. മസ്കത്തിൽ പിടിച്ചിട്ട് ജയിലിൽ നമ്മൾ ഇവിടുത്തെ കരടില്ലേ കരടാ ജയിലിൽ ഈ 3-5 ആളെ കരട്ട് കൊണ്ടുപോയിട്ട്. അപ്പോ തിരിച്ച് രണ്ടാമത് ആടുന്ന് ജയിലിലിട്ടിട്ട് പിന്നെ ലാഞ്ചെല്ലാം മിസ്സായി പോയല്ലോ. പിടിച്ചാലോ പോന്ന ലാഞ്ച് മിസ്സായിപ്പോയി. പൈസ വിലയത്തിൻ്റെ 500 രൂപ. അപ്പോൾ ഈ രണ്ടാമത് ദുബൈയിലേക്ക് വരണം ലാഞ്ചിന് പോണെങ്കിൽ. ഇപ്പം ദുബൈയിലേക്ക് വരുമ്പോഴേക്ക് അപ്പോഴത്തേക്ക് ഏകദേശം 5-8-10 ദിവസത്തോളേക്ക് എൻ്റെ കൊണ്ടുപോയ സാധനങ്ങളെല്ലാം തീർന്ന് ഞാൻ കാലിയായിരിക്കും.
രണ്ടാമത് ദുബൈയിൽ വന്നാൽ പെട്ടെന്ന് 3-4 ദിവസം കഴിഞ്ഞാൽ ലാഞ്ചി. അപ്പം എൻ്റെ അടുത്ത് ഒരു സാധനവും ഇല്ല, കുടിക്കാനില്ല, തിന്നുമല്ലോ. അപ്പം ലാഞ്ചിലെല്ലാം ലാഞ്ചിക്കാരിയുടെ ഒരു ചങ്ങായി, ഞാൻ എൻ്റെ അടുത്ത് കുത്തിരിഞ്ഞ ഒരു ചങ്ങായി, നമ്മളെ നാട്ടുകാരല്ല, വേറെ നാട്ടുകാരൻ, ആളെ പേരൊന്നും പറയാൻ ഇവത്തായി പോകണ്ട, പഠിത്തക്കാർ ഓനിങ്ങനെ കുത്ത് പിന്നെ ഇങ്ങനെ ജ്യൂസ് ഇതെല്ലാം കുടിച്ചോണ്ട് ഞാൻ എന്നോട് ഇപ്പം ചോദിക്കുമാണോ, മോൻ ചോദിക്കുന്നില്ല, എനിക്കന്ന് ഇത് കുടിക്കുകയും നിർബന്ധമാണ്. അപ്പോൾ അവൻ്റെ മോന് ഓരോ നോച്ചിറക്കി നോക്കി, എനിക്കും തരുന്നില്ല. അവൾ ചോദിക്കേ ജ്യൂസ് പറയാൻ അവനെ പോലത്തെ ഒരു പാടാന്നുള്ളൊരു പോലത്തെ ഒരു സംസാരം. പിന്നെ അവനോട് വെച്ചില്ല. പിന്നെ അതെൻ്റെ മനസ്സിലാകാട്ടിട്ട് ഇവിടെയാ വിറ്റ് പോകുന്നത്, എൻ്റെ മനസ്സിലാക്കിട്ട് ഇവൻ അങ്ങനെ ഞാൾ ദുബൈ പിന്നെ ലാഞ്ചി കാരി പിന്നെ 10 ദിവസം 12 ദിവസം അറ്റോ. അപ്പോഴത്തേക്ക് നാട്ടിലേക്ക് ഞാൻ എൻ്റെ വരുന്ന മറ്റ് 10-22 ദിവസം അപ്പോഴത്തേക്ക് അയക്കുക. എൻ്റെ നാട്ടിൽ ഇങ്ങനെ എത്തേക്ക് ഭയങ്കര വർഷം, അത് വേറെ വർഷം. അപ്പോൾ ഈ ചുരുക്കം പര്യായ പിന്നെയും പണ്ടത്തെ ഗുജറാത്ത് തന്നെ ജംഷഡ്പൂർ എന്ന് പറയുന്ന സ്ഥലത്താണ് ഞങ്ങളെ പിടിക്കുന്നത്. അടുത്ത പോലീസുകാർ പിടിക്കുന്ന 5 ആളെ ബാച്ചിൽ എനിക്ക് ജ്യൂസ് തരാത്ത ചങ്ങായിയുണ്ട്. 5 ആളെ പിടിച്ച വീട്ടിൽ ജ്യൂസ് തരാത്ത ചങ്ങായിയുണ്ട്. എൻ്റെ മനസ്സിൽ വല്ലാത്ത വിഷമമുണ്ട്. അപ്പോൾ ആടെ ജയിലിൽ കൊണ്ടുപോയിട്ട് അവിടെ പിന്നെ ജയിലിൽ കൊണ്ടുപോയിട്ട് ഞാളെ പണിയെന്ന് പറഞ്ഞാൽ ഞാളെ രാവിലെ 4 മണിക്ക് എണീച്ചോളണം. എന്നിട്ടൊരു ഉപ്പിടാത്ത കഞ്ഞി, ഉപ്പിടൂല ജയിലിൽ നമ്മൾ, ഉപ്പിടാത്ത കഞ്ഞിയും കൂട്ടിയിട്ട് എന്ത് വേണം രാവിലെ പണിക്ക് പോയിക്കൊള്ളൂ, പറയുന്ന പണിയെടുക്കണം ബാധിച്ചാലും മറ്റാൾ. അപ്പോൾ ഒരു ദിവസം ഞങ്ങൾക്ക് ഉപ്പിടാത്ത കഞ്ഞി കിട്ടിയില്ല. ഈ നമ്മൾ ഈ പാർട്ടി ഉണ്ടല്ലോ, ഞാൻ എൻ്റെ ജ്യൂസ് തരാത്തോട്ട് ഒന്നല്ല ഞാളെ കൂട്ടത്തിൽ ഏറ്റവും തടിയും കണ്ണൂരിലുള്ള നല്ല ആചാരഭാവമായി. ഞാനാണെങ്കിലോ ഞാൻ വെറും ഒരു ട്രാൻസ്ഫർ പോലത്തെ മെലിഞ്ഞ് ഇല്ലിക്കൂടി പോലെയാണ് ഞാനില്ല. അപ്പോൾ എനിക്ക് ഹിന്ദി അറിയാം, ഇവർക്കൊന്നും ഹിന്ദി അറിഞ്ഞുകൂടാ. അപ്പോൾ ഉപ്പിടാത്ത കഞ്ഞി ഒരു ദിവസം കാണാം ആകെയുള്ളൊരു വച്ചണ ഉപ്പിടാത്ത കഞ്ഞി കിട്ടിയില്ല രാവിലെ. അപ്പം ഞാനൊരു പണിയെടുക്കുന്നത് അറിയാം, ഞാൻ പറഞ്ഞേ നമുക്ക് ഇന്ന് ഉപ്പിടാത്ത കഞ്ഞി കിട്ടിയിട്ടില്ല, അങ്ങനെ കിട്ടുന്ന കഞ്ഞിയാണ്. അതുകൊണ്ട് കഞ്ഞി കിട്ടാത്തത് കൊണ്ട് നമുക്ക് ഇന്ന് പണിക്ക് പോകും, പണി കൊന്നാലെടുക്കണം ഞാൻ. അപ്പോൾ അപ്പോലല്ലേ 5 ആളും കേസും പോലെ. അപ്പം ഞാൻ പറഞ്ഞ് പിന്നെ ഒരു പോലീസുകാരൻ എന്തായാലും ഓനെ കാണും വലിയ തടിയും മണ്ണൂരുള്ള ഒരു പോലീസുകാരൻ ഞങ്ങളെ ചീത്ത അല്ലാണ്ട് പറയും, ചലോ കാമ്പർ ചലോ എന്ന് പറയും. ഞാൻ പറഞ്ഞു ഇവനെ ചങ്ങായിനി നമ്മൾ ഈ ചങ്ങായിനെ മുമ്പിൽ നിർത്തി സാറിലുള്ള ഞാൻ എൻ്റെ നേരെ ബേക്കിൽ. ഞാൻ പറഞ്ഞു ഇനി പോലീസുകാരനോട് പറയണം ഞങ്ങൾക്ക് ഉപ്പില്ലാത്ത കഞ്ഞി കിട്ടിയില്ല, അതുകൊണ്ട് കാമനേക്കറാകാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അപ്പം എനിക്ക് ഹിന്ദി അറിഞ്ഞൂടെ, ഞാൻ പറഞ്ഞു ഹിന്ദി ഇന്ന് തെരഞ്ഞു ഇനി പറഞ്ഞു. അപ്പം പോലീസുകാരൻ തുമാര വാക്ക കുറേ ചീത്തയെല്ലാം പറഞ്ഞു ഞാൻ ചലോ വന്നു ഭയങ്കര താട്ടും പൊട്ടാക്കിയാലും ഞാൻ ഉമ്മറിനോട് പറയാം, ഉമ്മറെ കട്ടനെ പുറത്തനെ ഞാൻ പറഞ്ഞു ഇവനോട് പറഞ്ഞ് ആജ് കഞ്ചി നെയ്മില്ല കാമനേക്കറാകാന്ന് ഇനി പറയാന്ന് പറഞ്ഞു. അപ്പം ആജ് കഞ്ചി നെയ്മില്ല കാമനേക്കറാകാന്ന് തന്നെ പോലീസുകാരൻ താഴെ ഒരറ്റ ഇട്ടിട്ട് കൊടുത്ത് നെഞ്ഞിന് പാട് ഈ ചങ്ങായി വീണ് കുമ്പിട്ട് വീണിട്ട് കൈ കൊണ്ട് പൊന്നിച്ചിട്ട് എന്താ പറയാ എന്നെ കൊണ്ടാണ് ഇത് എനിക്ക് കിട്ടിയതെന്ന് ഞാൻ ഒരു ജ്യൂസിന് ചോദിച്ചിട്ട് കൂറം വേണ്ടി ഞാൻ എന്നോട് പറഞ്ഞ് അതിന്റെ പകരായി പറഞ്ഞ്. അങ്ങനെ ആടുന്ന് പോലീസുകാർ അല്ലാണ്ട് ഇറങ്ങുമ്പോൾ പിടിച്ച പാട് ഒരു ചെക്കപ്പ് നടത്തിയിട്ട് കോമഡി ചെക്കപ്പ് നടത്തിയിട്ട് ഒരു പോലീസുകാരുടെ മുമ്പിലും ഒരു പോലീസുകാരുടെ ബാക്കിലുമാണ്. ആദ്യം പറയും ഉപ്പായി ഷർട്ട് കഴിക്കുക, അത് കഴിച്ചിട്ട് എൻ്റെ മുമ്പിൽ നാളെ പരിശോധിച്ചിട്ട് നാളെ വാച്ചും പൂച്ചെല്ലാം എടുത്തതാ. ഷഡ്ഡിന്ന് വരെ വാച്ചെടുത്ത് അന്നേരം എനിക്ക് പോയിന്റ് വന്ന് ഷഡ്ഡിന്നെല്ലാം വാച്ച് പോലെ പൊളിച്ചെടുത്ത്. അപ്പോൾ ഈ പിന്നെ പാൻറ്റും കഴിച്ചു, എന്നോട് ബനിയൻ കഴിക്കുന്നതാണ് ഒലെല്ലാം കഴിഞ്ഞാൽ എന്നോട് ബനിയൻ കഴിച്ചത്. ഞാൻ ബനിയൻ കഴിച്ചാ. അപ്പോൾ ഇവർ തപ്പി ഇങ്ങനെ എൻ്റെ ഷഡ്ഡിൻ്റെ അകത്തുനിന്ന് വാച്ചെടുക്കേണ്ട പരിപാടിയാണ്. പാടിയുമ്പോൾ ഞാൻ 2 മണിക്ക് ഷഡ്ഡി ഇങ്ങനെ പിടിച്ചിട്ട് അപ്പാടം കൂടി കൊടുത്ത് മുട്ട് വരെ. അപ്പാടി ഇവനിക്ക് ദേഷ്യം ബാൻചോത്തും അപ്പാട ഉന്തി പറഞ്ഞിട്ടുണ്ട്. അപ്പാടൻ്റെ ബാച്ച് രക്ഷപ്പെട്ട് അങ്ങനെ ആ ബാച്ച് ഞാൻ എടുത്തിട്ട് കക്കൂസിന്റെ മേലെ കൊണ്ടാച്ചിട്ട് പോരും നന്നാതെ എടുത്ത് അതാ വിറ്റ് പറഞ്ഞ്. ഇതാ ലാഞ്ചിന്റെ റിട്ടേൺ യാത്ര. പിന്നെ അതുമല്ല പിന്നെ ആടുന്ന് കുറച്ച് ദിവസം കഴിഞ്ഞാൽ ഒരു ആളെ വെറുതെ വിട്ടതാ. എന്നിട്ട് ഞാൻ നാളെ നാട്ടിൽ പോകാം. അതിൻ്റെ പല വർത്തങ്ങളുണ്ട്, അതെല്ലാം പോട്ടെ കുറച്ച്.
വേറെ എന്നാ എന്ത് ചോദിക്കോണ്ടെന്ന് ചോദിച്ചോ. അല്ല ഇത് ലാൻഡിന്റെ അത് നിങ്ങള് ഇത് താത്തുമ്പോ നിങ്ങളെ ഇത് കണ്ടോണ്ട് ഓനിക്ക് ദേഷ്യം പിടിച്ചോണ്ട് ദേഷ്യം വേറെ ദേഷ്യം പിടിക്കുന്നത് മൊത്തല്ലാക്കുന്നത്. അതാണ് പിന്നെ എനിക്ക് എന്റെ വാച്ച് രക്ഷപ്പെട്ടെ അതിന്റെ കാഴ്ച ഇളക്കിയല്ലേ. വേറെ ഏതിനുള്ള വേറെ ഏതുണ്ടല്ലോ വേറെ എന്നാ തന്നെയല്ലോ വേറെ ഒന്നുമില്ല വേറെ എന്തല്ല പിന്നെ ഇപ്പൊ ചോദിക്കുന്നതിനനുസരിച്ച് നമുക്ക് ഏതോ ചിരിച്ച് ചിരിച്ച് മണ്ണ് മറിയുന്നെല്ലാം പറഞ്ഞ വേറെ എന്നുള്ള കഥയില്ല. ചിരിക്കുന്നതും നമ്മളെ ഈ ജ്യൂസ് തരാത്തതിന്റെ അതൊരു ചിരിക്കുന്ന സംഭവ. പിന്നെ ഇത് തന്നെ ഭയങ്കര തന്നെയല്ലേ. ഇത് സമജിനെ ബാലോക്കോ ഇഷാറ കാഫി എന്ന മനസ്സിലാവുന്നവർക്ക് അതിന്റെ ഉള്ളടക്കം പെട്ടെന്ന് മനസ്സിലായി. അല്ല വേറെ നിങ്ങളോട് കമന്റ് പറഞ്ഞു ആൾക്കാർ നിങ്ങൾ ഉറക്കത്ത് വരെ റാഡോ വാച്ച് കിട്ടിയിട്ടാണോ ഉറങ്ങുന്നത്. അതെന്താന്ന് വെച്ചാല് അതിന്റെ അർത്ഥം വെച്ചാല് റാഡോ വാച്ച് എല്ലാരും കഴിക്കൂല കൈമെന്ന്. ഞാൻ പിന്നെയും കഴിച്ചു വെക്കണ്ട. ഇത് കൈമെന്ന് 5-8 മണിക്കൂറെല്ലാം വെച്ച ഓട്ടോമാറ്റിക് അവിടെ നിന്നായി ഒപ്പിക്കുവാനായത് ആരോടാ ചോദിച്ചോട്ടെ. അധികം ആൾക്കാരും ഒതുവെടുക്കുമ്പോ വരെ ഇത് കെട്ടല, കുളിക്കുമ്പോ കെട്ടല, കഴിക്കൂല കൈമെന്ന് റാഡോ വാച്ച്. ഇത് 8 മണിക്കൂറെല്ലാം പിന്നെ 4-5 മണിക്കൂർ വെച്ചാൽ അപ്പം ഇതായിപ്പോ. ഇത് മറ്റേതല്ല, ഇത് ഓട്ടോമാറ്റിക് അല്ലേ, വേപ്പിന്റെ വാച്ചല്ല. പിന്നെ ഒരാള് ഷർട്ട് ഇടുവാൻ പറഞ്ഞെങ്കിൽ അത് നിങ്ങൾ ഇട്ടിക്ക് ഷർട്ട് പിന്നെ വേറെ ഇനി ഇന്നത്തോടുകൂടി നമ്മൾ തീർന്നേ. എനിക്ക് എന്റെ അല്ല ഇന്നത്തെ വേറെ എന്തെല്ലോ പറയണമെന്നുണ്ടെങ്കിൽ ദീനീപരമായിട്ടുള്ള കഥകൾ. ദീനീപരമായിട്ട് അത് വേറെ. അതിപ്പം നമ്മളെ ഇപ്പൊ ഇതിന്റെ കൂടി കഥ നമുക്ക് സൗകര്യത്തില് അതല്ല. അത് പറഞ്ഞു കൊടുത്താല് ജനങ്ങൾക്ക് ഒരു വൈത്തിരി പോകും. ഇപ്പം പറയല്ലേ, ഇപ്പൊ അല്ല എന്നാലും തുടരും. നിങ്ങളെ ചരിത്രത്തിൽ നിങ്ങൾ എങ്ങനെയാണ് നന്നായി നിങ്ങൾക്ക് എങ്ങനെ ഹിദായത്ത് കിട്ടിയേ? ഹിദായത്ത് കിട്ടിയേ അത് പറഞ്ഞാൽ തന്നെ ജനങ്ങൾ നന്നായിക്കോളൂ. നിങ്ങളെല്ലാ കളിയും ഉള്ള ആളാണ് പറയുന്നത്. എല്ലാ കളിയും എന്റെ ഇല്ലാത്ത കളിയില്ല. എന്റെ ശരീരം പക്ഷെ നിങ്ങള് പിന്നെ ഭയങ്കര ഉഷാറ്, ഭയങ്കര പറഞ്ഞേക്ക്. ഞാനെന്ന് വെച്ചാൽ എല്ലാ ഉമർ ഖത്താബിന് നന്നായ ഉക്കാസ് ചന്തയില പോക്കില്ലെന്ന്. ഉമർ ഖത്താബ് കള്ളുകൂടി കൊല വരെ ചെയ്ത മഹാന. അയാളാ പിന്നെ അമീർ മുമ്പിനായി വാങ്ങിയത്. ഞാൻ വെച്ചാൽ എല്ലാ കളിയും എൻ്റെ ഇല്ലാത്ത കളിയില്ല. ഓന് മെൻഡക്സ് ഗുളിയ പോലും മോതിരം മോതിരം എന്തെല്ലാം രക്ഷപദാർത്ഥങ്ങൾ അന്നുണ്ട് എല്ലാം ഉപയോഗിച്ചാൽ. അപ്പം എനിക്ക് അതിനെ കൊണ്ട് തൂക്കം പിടിച്ചിട്ട് ഞാൻ പെട്ടെന്ന് നിർത്തിയിട്ട് എനിക്ക് മാനസിക രോഗമായിപ്പോയി. ഞാൻ ഭയങ്കര പ്രശ്നമായിപ്പോയി. ഉറുകാൻ പിടിച്ച് സത്യം ചെയ്താൽ ഞാൻ നിർത്തും. എൻ്റെ അന്നേരം 5 പ്രാവശ്യം ഉറുകാൻ പിടിച്ചിട്ട് ഇതെല്ലാം ഞാൻ അങ്ങനെ ഓരോരോ സംഗതി നിർത്തി വന്നേ. കാരണം എന്താ അറിയാം, ഞാൻ ഖത്തർ റേഡിയോ സ്റ്റേഷനിൽ എനിക്ക് ഡ്രൈവറെ ജോലി കിട്ടി. ആടാന്ന് വെച്ചാൽ രാവിലെ ഈ ആടുള്ള ഈ വെയിറ്റർമാരെ ബസ്സിൽ വിട്ടുകൊടുത്താൽ ആടെ ഇരുന്നിട്ട് ഞാൻ മംഗളോ മറ്റേ 10 ഇതെല്ലാം വായിക്കണം. പിന്നെ ഉച്ചക്ക് ഓരോ ട്രിപ്പ് ഇങ്ങോട്ട് അടിച്ചാൽ 4000 റിയാൽ ശമ്പളമാണ്. അതാ എൻ്റെ പണി. അപ്പം ഈ വെറുതെ ആടി ഇരിക്കുമ്പോൾ പലതും ഞാൻ വായിക്കും. അപ്പം കുറ്റ്യാടി ഒരു റഹീം എന്ന് പറയുന്ന ഒരു തിരിയുണ്ടല്ലോ, ഒരു ജമാഅത്തുകാരൻ. അപ്പം എന്നോട് ഒരു ദിവസം ഞാൻ ഇങ്ങനെ മംഗളം വാരിക വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ മംഗളം വാരിക എൻ്റെ കയ്യിൽ നിന്ന് അള്ളാഹുവിൻ്റെ ഇതായത്ത് കൊണ്ടുവന്ന് നോക്കി കയ്യിൽ നിന്ന് പിടിച്ചേറ്റ് പിന്നെ ഇങ്ങനെ തന്നെ എപ്പം നോക്കിയാലും മംഗളവും കാര്യമൊക്കെ. അന്നേരം ഞാൻ ആജി തന്നെ. പിന്നെ 21ാമത്തെ വയസ്സിൽ അജ്ജി മനുഷ്യനായ 21ാമത്തെ വയസ്സിൽ ആ തെമ്മാടിത്തരം കളിക്കുന്ന സമയത്ത് പാനിയും പോയിട്ട് അജ്ജും ചെയ്ത 40 ദിവസം മക്കത്ത് നിന്നിട്ട് മദീനവും മക്കിനും എല്ലാം ശരിക്കുള്ള ഹജ്ജ് ഞാൻ ചെയ്തിട്ടാണ്. അന്ന് 5 മോലാളിമാർ ബഹ്റൈനിൽ, അതിലൊരു മോലാളി ഞാനേനും. പ്ലെയിനിൽ എല്ലാവരും ലാഞ്ചിനൊക്കെ ഞങ്ങൾ പ്ലെയിനിലാണ് പോയത്. അയ്യൊരു മോലാളി ഞാനേനും അതിൻ്റെ അകത്ത് അതൊന്നും പറയണ്ട. അപ്പോൾ ഇവന് എന്നോട് പറഞ്ഞ് പരലോകം ഖുർആൻ എന്ന് പറയുന്ന ഒരു ബുക്ക് എൻ്റെ അടുത്ത് കൊണ്ടുതന്ന് ഇതെന്ന് വായിച്ച് ഞാനോട് ഇതെന്ന് വായിച്ചു വിടുന്നത്. അപ്പം ഞാനതിൻ്റെ അകത്ത് വായിച്ചു നോക്കുമ്പോൾ എന്താ ഈ മാശറയിലെ രംഗമാണ് വിവരിക്കുന്നവനെ. സുബ്ഹാനല്ലാഹ്, മാശറയിലെ രംഗം എന്ന് വെച്ചാൽ കിയാമന്നാൾ മാശറയിലെ രംഗം, കിയാമന്നാളിൻ്റെ രംഗവും മാശറയിലെ രംഗവും എല്ലാം ഖുർആൻ അല്ല പറയുന്ന 5 മാസമായ പെണ്ണുങ്ങൾ ആർന്ന് പെറ്റുകയും ഭീകരതകൾ കണ്ടിട്ട്, ഇത് നഗ്നമായ സത്യമായി പറയണേ, ഭീകരത കണ്ടിട്ട് സ്വന്തം നിന്റെ ഐസിനുണ്ടല്ലോ, ഈ ഐസിനെ ഇനി ആടന്ന് അവനെ എവിടെയെങ്കിലും ബോർഡ് ഞാൻ എൻ്റെ കാര്യം തന്നെ പോക്കാന്ന് പറ്റി
സ്വന്തം സ്വാർത്ഥനാകുന്നൊരു ഒരു 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 രംഗമായി കിയാമെന്ന ആള് വായിച്ചാണെന്നെല്ലാം പറയുന്നത്. അപ്പം ആടാ ഇതെല്ലാം ഞാൻ വായിക്കുന്ന പഠിത്ത കാട്ടിലുള്ള സിംഹങ്ങളെല്ലാം മനുഷ്യൻ്റെ മുമ്പിൽ വന്നിട്ട് കൂന്നു നിൽക്കൂല, ഇത്രയും പറിച്ചു തിന്ന് ചെയ്യുമ്പോൾ അങ്ങനത്തെ മനുഷ്യരെയും കിയാമെന്നാളിലെയും വിവരങ്ങൾ ഞാൻ വായിച്ചു. ഞാൻ അപ്പാടെൻ്റെ ഞെട്ടി തിരിഞ്ഞു. അന്നാ ഞാൻ എല്ലാ സംഗതിയും കുറുകാൻ പിടിച്ച് കംപ്ലീറ്റ് താഴ്ന്ന് നന്നാവാൻ തുടങ്ങി. എനിക്കൊന്നും അറിഞ്ഞുകൂടാ, ഒരു ABCD അറിഞ്ഞുകൂടാ, ഖുർആന്റെ അക്ഷരം അറിഞ്ഞുകൂടാ, ജുമാക്ക് ആകുമ്പോൾ പോകില്ല. അന്ന് മുതൽ തുടങ്ങിയതാ ഇന്ന് വരെ അള്ളാഹു എനിക്ക് മുമ്പോട്ടല്ലാണ്ട് ഞാൻ ബാഗോട്ട് പോയി എല്ലാ സംഗതിയും. 28-ാമത്തെ വയസ്സിലാ അന്നാ 28 ഇജാമ ജനിക്കാമിയ ശ്യാമങ്ങളെ ജനിച്ചതോടെ നന്നാക്കി 28 പിന്നെ ആടുന്ന് പിന്നെല്ലാം മതപരമായിട്ടെല്ലാം അല്ലാണ്ട് ഞാൻ വായിക്കൂല. മതപരത്തിലേക്ക് മറ്റുള്ള എല്ലാം എല്ലാം കൂടി ഞാൻ ഇവിടെ എത്തി. ഇപ്പൊ അൽഹംദുലില്ലാഹ് സജീവർക്ക് തുടങ്ങിയില്ലേ. ഇപ്പൊ എങ്ങനെയെങ്കിലും ഈമാൻ കിട്ടി മരിക്കണമെന്ന് നമ്മളെ ലക്ഷ്യം. ദുനിയാവ് എന്ത് എന്റെ അർത്ഥമുള്ള ദുനിയാവിലെ ജീവിതം. ഇവിടെ പുതുമ നഷ്ടപ്പെടാത്ത എന്തെങ്കിലും സംഗതി കാണിച്ചു ദുനിയാവിൽ. അതാ ദുനിയാവിന്റെ ആഖിറത്തിന്റെ വ്യത്യാസം. ആഖിറത്തിൽ പുതുമ നഷ്ടപ്പെടൂല, അതാ ഏറ്റവും വലിയ പ്രത്യേകത. ഇവിടെ എല്ലാം പുതുമ നഷ്ടപ്പെടും, ഒരു സംഗതിയില്ല. നമുക്ക് എന്തെങ്കിലും ആയിക്കഴിഞ്ഞാൽ പിന്നെ നഷ്ടം. അതിന് പിന്നെ പണ്ടത്തെ ഇൻട്രസ്റ്റ് ഇല്ലായിരുന്നു. അപ്പൊ ഞാൻ എല്ലാം കൊണ്ട് അനുഭവിച്ചും പഠിച്ചിട്ട് ഇതാക്കിയതാ. പിന്നെ അള്ളാഹിനെ പറ്റി നമ്മൾ ചിന്തിക്കുക, അള്ളാഹുവിന്റെ സൃഷ്ടിപ്പിനെ പറ്റിയും മറ്റതും ഇത്. അങ്ങനെ എനിക്ക് ശരിക്കുള്ളൊരു കോലം കിട്ടിയേ. പിന്നെ ഇസ്ലാമികമായിട്ട് കുറെ കഥകൾ പറഞ്ഞു. ഒരുപാട് നല്ല അങ്ങനത്തെ കഥ ഉണ്ട്. അതിൽ ഞാൻ ഓർമ്മിച്ചെടുത്തിട്ട് ഓരോന്ന് ദിവസം ഇട്ടാ ഓരോ ദിവസം ഓരോ കഥകളായി ഇതെല്ലാം ക്രോഡീകരിക്കട്ടെ. പിന്നെ ഞാനന്ന് 1950 ഈ ജേണി ഇട്ടത്. അത് യൂട്യൂബില് ഞങ്ങളൊരു ക്രൈറ്റീരിയ ആണ്, തമ്മിൽ കൊടുക്കുക. അല്ലാണ്ട് 1950 എന്നെല്ലാം പറയുമ്പോൾ ആൾക്കാർ ഇപ്പൊ അടുത്തുള്ളതല്ലേ കേൾക്കാൻ പറ്റി. അല്ല 50 ഞാൻ ജനിച്ചിട്ടില്ലല്ലോ. അതെനിക്ക് തിരിഞ്ഞില്ല, പക്ഷെ അത് ഞാൻ കണ്ടിട്ടതാണ്. ആയിക്കോട്ടെ. അപ്പൊ അത് ആൾക്കാർ വിചാരിക്കും അങ്ങനെ ഉപ്പാക്ക് ഇപ്പൊ 75 വയസ്സായിക്കുള്ളൂ, ജനിച്ച പാടെന്തായാലും ആഞ്ചിപ്പോയിക്കോന്നെല്ലാം തോന്നലോ. അത് യൂട്യൂബിൽ ഇടുമ്പോ അതിൻ്റെതായ ഒരു ഇതുണ്ട്, തള്ളു എന്നെല്ലാം പറയുമ്പോൾ ആൾക്കാർ ശ്രദ്ധിക്കും, അതിന് വേണ്ടി ഇടുന്നതാ. അപ്പോ നിങ്ങൾക്ക് കുറച്ച് ഫാൻസ് എല്ലാം ആയിട്ടുണ്ട്. ഇനിയിപ്പോ പുറത്തെല്ലാം ഇറങ്ങുമ്പോൾ സെൽഫി എല്ലാം എടുക്കുക, ആളെടുക്കുക, അന്ന് നിന്ന് കൊടുക്കുക, സെൽഫി എടുക്കുക. അടുത്തത് ഇല്ലേ, ഞാൻ ഇനി മതപരമായിട്ടുള്ള എനിക്ക് നല്ല കയമ്പുള്ള കിട്ടുമ്പോ ഓരോന്നോരോന്ന് അതിൻ്റെ അകത്തിട്ട് തരും. ബസ് അത് തന്നെ, ഓരോന്നും ഞാൻ ഉണ്ടാവില്ല. കാരണം എനിക്ക് എന്റെ ഈ ലൈനിൽ ദിക്റെല്ലാം ഒരു ദിവസം ഇന്നത്തെല്ലാം കംപ്ലീറ്റ് ദിക്റ് തീർന്നു. ഇനിയിപ്പോ അപ്പൊ അതെല്ലാം ഞാൻ ആ ലൈനിലേക്ക് നീങ്ങിയാന്നല്ലേ. ദുനിയാവ് ഞാൻ മടുത്താന്നല്ലോ. ദുനിയാവ് മടുത്ത് തന്നെ 34 വയസ്സായി. ഇപ്പൊ നല്ല ചുറുക്കും സെറ്റപ്പിലാണല്ലോ. എന്ത് 65 വയസ്സ്. പിന്നെ നിങ്ങളെ നല്ല അടിയാന്ന് പറഞ്ഞ നല്ല മിഷീനുള്ള മാഷാല്ല നല്ല വർക്ക് ചെയ്യുന്നുണ്ട്. ആ വീഡിയോയില് സംസാരിച്ചുകൊണ്ട് കോഴി ആന്റെ തിന്നുകഴിഞ്ഞ് അതിങ്ങനെ സംസാരിക്കുന്നോണ്ട് തിന്നുപോയതാ. എന്റെ കത്ത് തിന്നവരാവൂല, സംസാരിക്കുന്നോണ്ട് ഗുഡ്. ഇതോ അല്ലെങ്കിൽ അത് നന്നാവുക. ആദ്യത്തെ കുറച്ച് നല്ല ഫോട്ടോ ഞാൻ എടുത്തിട്ടുണ്ട് പാസ്പോർട്ടില്. എല്ലാം എടുത്തേക്കാം. അത് ഞാൻ ഇതിൽ അപ്ഡേറ്റ് ചെയ്യും. ഇതാണ് ഉപ്പാന്റെ പഴയ ഫോട്ടോസ്. കേട്ടോ, ഇതാണ് തെറ്റാണോ ഞാൻ എഡിറ്റ് ചെയ്തിട്ടുള്ളൂ. നമുക്ക് ഇതന്നെ നല്ല